ലോകത്തെ മുൾമുനയിൽ നിർത്തി മാസങ്ങളായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അറുതി കുറിച്ച് ഇറാൻ US താൽക്കാലിക കരാർ ഉടനെന്ന് സൂചന. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതടക്കമുള്ള ഏകദേശം വിഷയങ്ങൾ ധാരണയിലെത്തിയതായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാനു പുറമെ സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കിയ, ഈജിപ്റ്റ്, ജോർദാൻ, ബഹ്റൈൻ, ഇസ്രായേൽ രാഷ്ട്രങ്ങളുമായും വിഷയത്തിൽ ചർച്ചകൾ നടത്തിയതായും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവനയെ അടിവരയിടുന്നത് തന്നെയാണ് കേട്ടോ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകളും. ചർച്ചകളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറാൻ US-നെ അത്രയ്ക്കങ്ങ് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. രാജ്യത്തിന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ വിട്ടു നൽകാതെ കരാറിലെത്തില്ലെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ആണവായുധം വികസിപ്പിക്കില്ലെന്നും നിലവിൽ രാജ്യത്തുള്ള 440.9 കിലോ സമ്പുഷ്ട യുറേനിയം വിട്ടു നൽകുന്നത് സംബന്ധിച്ച് തുടർ ചർച്ചകൾ തീരുമാനമെടുക്കുമെന്നും കരാറിന്റെ ഭാഗമായി ഇറാൻ സമ്മതിച്ചതായിട്ടാണ് സൂചനകൾ. ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ US ഉപരോധം അവസാനിപ്പിക്കുന്ന മുറയ്ക്ക് ഹോർമുസും ഇറാൻ തുറന്നു നൽകും. ഇറാനുമേൽ നിലനിൽക്കുന്ന എണ്ണ ഉപരോധവും US എടുത്തു കളയും. അതേസമയം ഈ കരാർ ഇറാനു മേൽക്കൈ നൽകുന്നതാണെന്നും എന്തിനായിരുന്നു ഈ യുദ്ധമെന്നുമുള്ള വിമർശനം അമേരിക്കയിൽ ട്രംപിനെതിരെ ഇപ്പോൾ ശക്തമാണ് കേട്ടോ. കാരണം ഈ യുദ്ധം അമേരിക്കയുടെ നികുതി പണം കുറച്ചൊന്നുമല്ല കാർന്നു തിന്നതും. ലെബനാനിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതും ഈ കരാറിന്റെ ഭാഗമാണ്. മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ ഇടപെടുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും ഇറാൻ ഈ കരാറിന്റെ നിർദ്ദേശത്തോടൊപ്പം വെച്ചിട്ടുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.